വലിയ രീതിയിലുള്ള കാര്യങ്ങളാണ് ഈ ഹോർമൂസ് കടലിടുക്കിനെ ചുറ്റിപ്പറ്റി കിടക്കുന്നത്. ലോകത്തിലെ 20% എണ്ണ, പെട്രോളും ഡീസലും പാചകവാതമൊക്കെ കടന്നു പോകുന്ന കടലിടുക്ക്, 33 കിലോമീറ്റർ മാത്രം വീതിയുള്ള കടലിടുക്ക് ഇപ്പോൾ ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയിൽ നിൽക്കുകയാണ്. ഇറാനിലെ തുറമുഖങ്ങളെല്ലാം ഉപരോധിച്ചിരിക്കുകയാണ് അമേരിക്ക. ഒറ്റ കപ്പൽ പോലും ഇറാനിന്റെ കപ്പലുകൾ പുറത്തേക്ക് വിടുന്നില്ല. 10 എണ്ണക്കപ്പലുകൾ പുറത്തേക്ക്, കാർഗോ ഷിപ്പ് അടക്കം പുറത്തു കിടക്കാൻ ശ്രമിച്ചതിനെ തടഞ്ഞു എന്നാണ് അമേരിക്ക അവകാശപ്പെടുന്നത്. അതിന് ചുട്ട മറുപടിയായിട്ട് ഇറാൻ വന്നിട്ടുണ്ട്. ഇറാൻ പറയുന്നത് ഈ രീതിയിൽ പോയാൽ ചെങ്കടലും അതുപോലെ തന്നെ ഒമാൻ കടലും തങ്ങൾ ഉപരോധിക്കുമെന്ന് ഇറാൻ പറഞ്ഞിരിക്കുന്നു. എന്ന് മാത്രമല്ല, അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ ഞങ്ങൾ മുക്കും എന്ന് ഇറാന്റെ ഭീഷണി വന്നിരിക്കുന്നു. അപ്പൊ അങ്ങനെ വളരെ സംഘർഷ ഭരിതമായിട്ടാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോ ഒരു ആശ്വാസത്തിൻ്റെത് വന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറും അവിടുത്തെ ആഭ്യന്തര മന്ത്രി അടക്കമുള്ള സംഘം ഇറാനിലെത്തി ഇറാനെ 2ാം വട്ട ചർച്ചയ്ക്ക് പ്രേരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. പാകിസ്ഥാൻ ആദ്യം ചർച്ച നടത്തിയൊന്ന് പൊള്ളിയതാണ്. കാരണം 21 മണിക്കൂർ ചർച്ച നടത്തിയിട്ട് ഒന്നും ഉണ്ടായില്ലെന്ന് മാത്രമല്ല, അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കമുള്ള അമേരിക്കൻ സംഘം അപ്പോൾ തന്നെ അവിടുന്ന് മടങ്ങിപ്പോവുകയും ചെയ്തു. എന്തായാലും ഇറാൻ പറയുന്നത് അമേരിക്ക വലിയ ആരോപണങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളും ഉന്നയിക്കുന്നു. അണ്വായുധത്തിന്റെ ഇത് പാടില്ല, സമ്പുഷ്ട യുറേനിയത്തിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാവണം, അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങി ഒരുപാട് ആവശ്യങ്ങളാണ് അമേരിക്ക മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ഇറാന്റെ ആവശ്യം ഹോർമോസ് കടലിടുക്കിന് മേൽ തങ്ങൾക്ക് പരമാധികാരം വേണം, $20 ലക്ഷം അവര് ടോള് പിരിക്കും എന്ന് മാത്രമല്ല, നാശനഷ്ടങ്ങൾ സംഭവിച്ചതിന് ഇറാന് നഷ്ടപരിഹാരം നൽകണം തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങൾ ഇറാൻ വെച്ചിരുന്നു. പക്ഷേ ഇനിയും ഒരു 2ാം വട്ട ചർച്ചയ്ക്കുള്ളൊരു സാധ്യത തെളിഞ്ഞിരിക്കുകയാണ്. എന്തായാലും ചർച്ചകൾ നടത്തേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ പാകിസ്ഥാൻ അതിൻ്റെ റോള് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇന്ത്യക്ക് നഷ്ടപ്പെട്ട ഒരു റോള് പാകിസ്ഥാൻ എടുത്ത് വീണ്ടും 2ാം വട്ട ചർച്ച നടത്തി ഈ സമാധാനം, ആരു വഴിയായാലും സമാധാനം വരട്ടെ, സമാധാന ചർച്ചകൾക്ക് നേതൃത്വം നൽകാനുള്ള നീക്കത്തിലാണ്. അതിന്റെ ഭാഗമായിട്ടാണ് പാകിസ്ഥാൻ ആഞ്ഞു പിടിക്കുന്നത്. പാകിസ്ഥാന് സൗദിയുമായിട്ട് ഒരു കരാറ് കൂടിയുണ്ട്. പ്രത്യേകിച്ച് അവര് സൈനിക കരാറിൽ സൗദിയെ രക്ഷിക്കാൻ വേണ്ടി പാകിസ്ഥാന്റെ സൈന്യം സൗദിയിൽ എത്തിയിട്ടുമുണ്ട്. അപ്പൊ ഇറാനും സൗദിയും തമ്മിലും ബന്ധമുണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് പാകിസ്ഥാൻ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം.